പ്രിയ വൈദിക ശ്രേഷ്ഠർ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ഇന്ന് ഇവിടെ ഈ വിശുദ്ധ മദ്ബഹായിൽ നിൽക്കുമ്പോൾ വിശുദ്ധ വചനത്തിലെ ഒരു ഭാഗം ഞാൻ ഓർക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. 2020 ഓഗസ്റ്റ് മാസം 20-ാം തീയതി പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് ചരിത്രമുറങ്ങുന്ന മുളന്തുരുത്തിയിലെ യാക്കോബായ സുറിയാനി സഭയുടെ ഈ ഇടവകയുടെ ചരിത്രത്തിൽ ഏറ്റ മുറിവ് സർവശക്തനായ തമ്പുരാൻ മാത്രം ഉണക്കുവാൻ പര്യാപ്തനായിരിക്കുന്ന ഒന്നാണ് നമുക്കറിയാം. ആ ഒരു ഭീകര രാത്രിയിൽ അഭിവന്ദരായ പിതാക്കന്മാരെയും വൈദിക ശ്രേഷ്ഠരെയും ആയിരക്കണക്കിന് സ്ത്രീകളും കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഈ പരിശുദ്ധ സഭയുടെ മക്കളെ ക്രൂരമായി മർദ്ദിച്ച് നമ്മുടെ ദേവാലയത്തിൽ നിന്ന് പെരുവഴിയിലേക്ക് ഇറക്കിവിട്ട ആ ദുഃഖകരമായ ദിവസം ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമായി മനോഹരമായി ദേവാലയം തീർക്കുവാൻ നമുക്ക് സാധിച്ചു. അനേക വർഷങ്ങൾ ഒരു ഷെഡിനകത്ത് നമ്മൾ ആരാധന നടത്തി. കഴിഞ്ഞ വർഷത്തെ ജൂബിലി പെരുന്നാള് താൽക്കാലികമായി നിർമ്മിച്ച ഒരു സ്ഥാനത്തായിരുന്നു നമ്മൾ നടത്തിയത്. ഞാൻ ഓർക്കുന്നുണ്ട്, ആ മുറ്റത്തൂടെയൊക്കെ വലിയ വെയിലുമൊക്കെ കൊണ്ട് അവിടെ ആളുകൾ നിന്നതൊക്കെ ഞാൻ ഓർക്കുന്നു. പഴയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാനല്ല, മറിച്ച് നമ്മുടെ ദൈവം നമ്മെ നടത്തുന്ന വഴികളെയും നൽകുന്ന കൃപകളെയും ഓർത്ത് പ്രത്യാശയോടെ അവന്റെ കരങ്ങളിൽ പിടിച്ച് വിശ്വാസത്തിൽ ഉറച്ചു മുന്നോട്ട് പോകുവാൻ ഒരോർമ്മപ്പെടുത്തലാണ് ഈ ദേവാലയം എന്ന് പറയുന്നത്. ഞാനൊരു സംഭവം ഓർക്കുകയാണ്, ഒരു കഥ ഓർക്കുകയാണ്. സമ്പന്നമായ പട്ടണത്തിലെ ഒരു ദേവാലയത്തിൽ അനേക സമ്പന്നരായ ആളുകളൊക്കെ വന്നുകൂടുന്ന ഒരു ദേവാലയമാണ്. അവിടെ ഒരിക്കല് ഒരു ഭിക്ഷക്കാരൻ കീറിപ്പറഞ്ഞ വസ്ത്രവും ശരീരം മുഴുവനും വ്രണവുമായി ആരാധനയ്ക്കായ പള്ളിയുടെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനെ ആളുകൾ പുറത്തേക്ക് ഇറക്കി വിട്ടു. ദുർഗന്ധം വമിക്കുന്ന ശരീരം, വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞ ശരീരം, കീറിപ്പറഞ്ഞ വസ്ത്രം. ആ മനുഷ്യൻ കണ്ണുനീരോടെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ദേവാലയത്തിന്റെ പുറത്ത്, ആ മതിലിന്റെ പുറത്ത് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മറ്റൊരാളും അവിടെ വന്നിരുന്നു. ഈ മനുഷ്യനോട് ചോദിച്ചു, നീ എന്തിനാണ് ഇരുന്ന് കരയുന്നത്? ആ മനുഷ്യൻ വേദനയോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുവാൻ ആലയത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. എന്റെ മുഷിഞ്ഞ വസ്ത്രങ്ങളും എന്റെ ഈ വ്രണങ്ങൾ നിറഞ്ഞ ശരീരവും കൊണ്ട് എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. ഉടൻ തന്നെ അടുത്തിരുന്നയാളും പറഞ്ഞു, എന്നെയും അവിടെ നിന്ന് ഇപ്പോൾ ഇറക്കി വിട്ടു, നിന്റെ കൂടെ എന്നെയും ഇറക്കി വിട്ടു. അപ്പോൾ ചോദിച്ചു, നീ ആരാണെന്ന് ആ ഭിക്ഷക്കാരൻ ആ മനുഷ്യനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്റെ പേര് യേശു എന്ന. നിന്നെ ആലയത്തിൽ നിന്ന് ഇറക്കിയപ്പോൾ നിന്റെ കൂടെ ഞാനും ഇറങ്ങിപ്പോയി. പീഡിതരെയും നിന്ദിതരെയും കഷ്ടപ്പെടുന്നവന്റെയും എല്ലാം കൂടെ ഇരിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. പീഡിപ്പിക്കുന്നവന്റെയും സമ്പന്നന്റെയും കൂടെ ഇരിക്കുന്നവല്ല, മറിച്ച് ദരിദ്രന്റെയും പീഡിതന്റെയും കഷ്ടപ്പെടുന്നവന്റെയും കൂടെയുള്ള ദൈവം. കണ്ണുനീരോടെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ദൈവം നമ്മുടെ കൂടെ
നമ്മെ കൈവിടാതെ നമ്മോട് കൂടെ നിറഞ്ഞ സാന്നിധ്യമായിരുന്ന് പൊരിവെയിലും ഷെഡിനകത്തുമൊക്കെ ആരാധന നടത്തി കഴിഞ്ഞപ്പോൾ ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതിന്റെ സാക്ഷ്യമാണ് ഇന്ന് മനോഹരമായി ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സൗഭാഗ്യം. അതുകൊണ്ട് തന്നെയാണ് എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് ദീർഘമായി പ്രസംഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് മറ്റൊരു പ്രോഗ്രാം ഉണ്ടത് കഴിഞ്ഞ് ഡൽഹിയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ചുരുക്കമായി ഒരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. വിശുദ്ധനായ മാർ തോമാ ശ്ലീഹായുടെ ദുഃഖ്രോനോ പെരുന്നാൾ നമ്മൾ ഭക്തി ബഹുമാന ആദരവുകളോടുകൂടെ ആചരിക്കുമ്പോൾ ആ വിശുദ്ധന്റെ ജീവിതത്തിൽ ഇന്നത്തെ ഏവൻഗേലിയോൻ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. കർത്താവ് മാർ തോമാ ശ്ലീഹായെ ഓർമ്മപ്പെടുത്തിയ ഒരു ഭാഗമുണ്ട്. നീ അവിശ്വാസിയാകാതെ നീ വിശ്വാസിയായിരിക്കുക. കർത്താവിന്റെ കൂടെ 3-3.5 വർഷക്കാലം നടന്ന് അവന്റെ പ്രവൃത്തികളും അവന്റെ ജീവിതവും എല്ലാം കണ്ട് അനേക പ്രാവശ്യം കർത്താവ് അവരെ ഓർമ്മപ്പെടുത്തിയത് ഒരു കാര്യമുണ്ട്: ഞാൻ കഷ്ടമനുഭവിക്കും, ഞാൻ മരിക്കും, ഞാൻ അടക്കപ്പെടും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്നെല്ലാം പറഞ്ഞ കാര്യങ്ങൾ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞപ്പോൾ മറന്നുപോയ ഒരു സാഹചര്യം. അവിടെയാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് മുറിയിലേക്ക് വരുമ്പോൾ തോമാ ശ്ലീഹ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. മറ്റപ്പോസ്തലന്മാര് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടുവെന്ന് പറഞ്ഞപ്പോൾ, കർത്താവ് ഇവിടെ ഞങ്ങളുടെ കൂടെ വന്നു എന്ന് പറഞ്ഞപ്പോൾ തോമാ ശ്ലീഹ പറഞ്ഞു, ഞാൻ വിശ്വസിക്കില്ല, ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞ് തോമാ ശ്ലീഹ സംശയാലുവായി. അതുകൊണ്ടാണ് ചില ആളുകൾ ഡൗട്ടിംഗ് തോമ എന്ന് തോമാ ശ്ലീഹയെ വിളിക്കുന്നത്. എന്നാൽ തോമാ ശ്ലീഹ പിന്നീട് ശിഷ്യന്മാരുടെ ഗണത്തിൽ നിന്ന് മാറിപ്പോയില്ല. വീണ്ടും തോമാ ശ്ലീഹായും കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ കർത്താവ് ഇവിടെ വന്ന് പ്രത്യക്ഷപ്പെടുകയാണ്. തോമാ ശ്ലീഹായോട് പറയുന്നു, നീ ഇവിടെ വരിക, നിന്റെ കയ്യിൽ കൊണ്ടുവന്ന് എന്റെ വിലാപ്പുറത്ത് വെച്ച് നോക്കുക, എന്റെ ആണിപ്പാടുകളെ നീ സ്പർശിക്കുക, ഈ മുറിവുകളെ നീ സ്പർശിക്കുക. ഉടനെ തോമാ ശ്ലീഹ പറയുന്നു, എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന് പറഞ്ഞ് അവൻ വിശ്വാസത്തിൽ ഉറയ്ക്കുകയാണ്. തോമാ ശ്ലീഹായുടെ അവിശ്വാസം എന്ന് പറയുന്നത് പൂർണ്ണമായി കർത്താവിനെ അവിശ്വസിക്കുന്ന ഒരു അവിശ്വാസമായിരുന്നില്ല, മറിച്ച് ആ ഉയർപ്പിന്റെ രഹസ്യം എന്തെന്നുള്ളത് ഉൾക്കൊള്ളുവാൻ ജീവിതത്തില് കർത്താവിന്റെ മരണത്തോടുകൂടെ വന്ന പ്രതിസന്ധി അത് തടസ്സമായി നിന്നു. ഇത് തന്നെയാണ് പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിത യാത്രയിലും നമ്മെ അവിശ്വാസികളാക്കുന്നു. ഇന്ന് നാം ജീവിക്കുന്ന സമൂഹത്തിൽ പുറമെ ബാഹ്യമായ മനുഷ്യന്റെ വിശ്വാസത്തെ തകർക്കുന്ന ഒത്തിരി ഘടകങ്ങളുണ്ട്. ആന്തരികമായി നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്ന ഒത്തിരി ഘടകങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലും ജീവിതത്തിലും നിലനിൽക്കുകയാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും, ദിവസവും പ്രാർത്ഥിക്കും, നോമ്പും ഉപവാസത്തിനൊന്നും യാതൊരു കുറവുമില്ല. പക്ഷെ ആഗ്രഹിക്കുന്നത് പോലെ ഒരു കാര്യം നടക്കാതെ വരുന്നു, അല്ലെങ്കിൽ ഒരു രോഗം വന്നിട്ട് അത് മാറാതെ എത്തോരും പ്രാർത്ഥിച്ചിട്ടും അതിന് പ്രയോജനമില്ലാതെ നിൽക്കുന്നു. ഇവിടെയെല്ലാം പതറിപ്പോവുകയാണ്. നമ്മുടെ യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സോഷ്യൽ മീഡിയകളുടെ സ്വാധീനം വളരെ നല്ല വശങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ മനുഷ്യനെ അവിശ്വാസത്തിലേക്ക്, മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ഒത്തിരി കാര്യങ്ങളൊന്നുണ്ട്. അവിടെയെല്ലാം പതറിപ്പോകുമ്പോൾ കർത്താവ് തോമാ ശ്ലീഹായെ ഓർമ്മപ്പെടുത്തി, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. ഈ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച ഒരു സംഭവം, എങ്ങനെയാണ് വിശ്വാസത്തിൽ പ്രതിസന്ധികളിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് അതിനെ അതിജീവിക്കുന്നത് എന്നുള്ള ഒരു മനോഹരമായ ഒരു സംഭവം ഞാൻ വായിച്ചു. ഒരു മനുഷ്യൻ ഒരു ഗുരുവിന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, എനിക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് പറ്റുന്നില്ല, പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോ ഞാൻ പലപ്പോഴും പതറിപ്പോവുകയാണ്, എന്താണ് ചെയ്യേണ്ടത്? മാത്രമല്ല വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ ചില ഭാഗങ്ങൾ വരുമ്പോൾ ഞാൻ സംശയാലുവായി പോവുകയാണ്. ഉടനെ ആ ഗുരു മറുപടി ഒന്നും പറഞ്ഞില്ല. നീ 2 ദിവസം ഇവിടെ താമസിക്കാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഭക്ഷണം വിളമ്പിക്കൊടുത്തു. ആ ഭക്ഷണത്തിനകത്ത് ചോറും അതുപോലെ തന്നെ സമൃദ്ധിയായ മീൻകറിയും ഒക്കെ കൊടുത്ത് ആ മനുഷ്യന് ഭക്ഷണം കൊടുത്തു. ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ
ആ ചോറിൽ നിന്നിടയ്ക്ക് അദ്ദേഹത്തിന് കല്ല് കിട്ടി. ആ കല്ല് കടിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ആ കല്ലെടുത്ത് അദ്ദേഹം കല്ല് പുറത്തേക്ക് തുപ്പിക്കളഞ്ഞു. ഇത് പല ആവർത്തി ആ ലഭിച്ച കല്ലുകളൊക്കെ തുപ്പിക്കളഞ്ഞു. അതിനുശേഷം മീൻ കഴിക്കാൻ കഴിഞ്ഞപ്പോൾ ആ മുള്ളുകള് അത് ശ്രദ്ധാപൂർവം അത് മാറ്റിക്കളഞ്ഞിട്ട് ആ മീൻ കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഗുരു അദ്ദേഹത്തോട്, ആ മനുഷ്യനോട് പറഞ്ഞു ഒരു കാര്യം ചോദിച്ചു. നീ കഴിച്ച ഭക്ഷണത്തിൽ ഒത്തിരി കല്ലുണ്ടായിരുന്നു, നീ കഴിച്ച ചോറിൽ. നീ കഴിച്ച മുള്ളിലൊത്തിരി മീനിലൊത്തിരി മുള്ളുണ്ടായിരുന്നു. പക്ഷേ ആ കല്ലോ മുള്ളോ ആ ഭക്ഷണം കഴിക്കുന്നതിനെ പിന്തിരിപ്പിച്ചില്ല. നീ ആ ഭക്ഷണം ഉപേക്ഷിച്ച് കളഞ്ഞില്ല, മറിച്ച് ആ കല്ലെടുത്ത് പുറത്ത് കളഞ്ഞു. ആവശ്യമില്ലാതെ നിന്ന് ആ മുള്ളുകൾ എടുത്ത് നീ മാറ്റിക്കളഞ്ഞ് നീ ഭക്ഷണം കഴിച്ചു. ഇതുപോലെയായിരിക്കണം നിന്റെ വിശ്വാസ ജീവിത യാത്ര. വിശ്വാസം എന്ന് പറയുന്നത് സർവശക്തനായ ദൈവത്തിന്റെ വിശ്വസ്തതയിലുള്ള നമ്മുടെ ഉറപ്പാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുവാൻ പര്യാപ്തനായ എന്റെ ദൈവം എന്റെ ഭാരങ്ങളിലും എന്റെ രോഗങ്ങളിലും എന്റെ പ്രയാസങ്ങളിലും തകർത്ത് കളയാതെ എന്റെ കൂടെ നടക്കുന്ന എന്റെ ദൈവമുണ്ടെന്നുള്ളത് തിരിച്ചറിയുവാനുള്ള ആ വലിയ അനുഗ്രഹമാണ്. അതാണ് വിശ്വാസം എന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ടവര്, കഴിഞ്ഞ ദിവസം ഒരു സന്യാസിയുടെ, ഒരു സ്വാമിജിയുടെ ഒരു സന്ദേശം ഞാൻ കേൾക്കുകയുണ്ട്. എന്നെ വളരെ സ്വാധീനിച്ചു. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിലൊക്കെ വലിയ സംശയമാ. അതുപോലെ തന്നെ പലപ്പോഴും ആളുകൾ കാണപ്പെടാത്ത ദൈവമുണ്ടെന്ന് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുമെന്നൊക്കെ ചോദിച്ച് കൺഫ്യൂസ്ഡ് ആക്കുന്ന സാഹചര്യങ്ങളിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, നിങ്ങളിൽ എത്ര പേര് 1 എന്ന് പറയുന്ന ആ സംഖ്യ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത്? 1 എന്ന് പറയുന്ന സംഖ്യ 1 എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു. ഉടനെ ഒരാളൊരു വിരൽ ചൂണ്ടിക്കാണിച്ചു, ഇങ്ങനെ കാണിച്ചു. അപ്പൊ ചോദിച്ചു, ഇത് 1 വിരലാണോ എന്ന് ചോദിച്ചു. ഈ 1 എന്ന് പറയുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല ആ സംഖ്യ. മറിച്ച് നമ്മുടെ അധ്യാപകൻ ഗുരുനാഥൻ ബോർഡിൽ ഒരു വര വരച്ച്, ഇങ്ങനെ ഒരു വര വരയ്ക്കുമ്പോൾ അത് 1 നമ്മൾ പഠിച്ചു, നമ്മളെ പഠിപ്പിച്ചു, നമ്മൾ അത് 1 വിശ്വസിച്ചു. ഇതുപോലെ തന്നെ നമ്മുടെ കുടുംബ ജീവിതത്തില്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ മാതാപിതാക്കള് പിതാവാരെന്ന് അമ്മ നമുക്ക് ചൊല്ലിത്തന്നു. ആ വിശ്വാസം, അമ്മയിലുള്ള വിശ്വാസം, പിതാവെന്ന് ചൂണ്ടിക്കാണിച്ചയാളെ അപ്പനെന്ന് വിളിക്കുവാൻ ആ വിശ്വാസം, കാണപ്പെടാത്ത ദൈവത്തെ മനുഷ്യന് ഈ ക്രിസ്തുമസ് നാളുകളിൽ ദൈവത്തിന്റെ മുഖമായി സ്നേഹവും കരുണയും സമാധാനവും പ്രത്യാശയുമായി നമ്മുടെ കർത്താവിനെ ഈ ലോകത്ത് നാം ദർശിച്ചിട്ട് പോലും മനുഷ്യനെന്ന് പലപ്പോഴും അവിശ്വാസത്തിന്റെ പാതയിൽ ദൈവത്തെ അന്വേഷിച്ച് യുക്തിക്ക് കാണപ്പെടാൻ പറ്റാത്തതൊന്നുമില്ല എന്ന് ചിന്തിച്ച് മൗഢ്യമായി മാറുമ്പോൾ, ഇവിടെയാണ് തോമാസ് ലീഹായോട് പറഞ്ഞത്, നീ അവിശ്വാസിയാകാതെ, പലപ്പോഴും പല കാരണങ്ങളും ചിലപ്പോൾ ചില ശക്തികളൊക്കെ നിന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നീ പതറിപ്പോകാതെ വിശ്വാസിയായി മുന്നോട്ട് പോകുവാനുള്ള ഓർമ്മപ്പെടുത്തൽ നമ്മോടുള്ള ഓർമ്മപ്പെടുത്തലായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പ്രയാസങ്ങളിലും പ്രതിസന്ധികളുടെ തീച്ചൂളകളിലൂടെയും കടന്നുപോയ ഒരു ഇടവകയാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാര് പകർന്നു തന്ന വിശ്വാസത്തിന്റെ തീജ്വാല അണഞ്ഞു പോകാതിരിക്കുവാൻ പീഡനങ്ങളും കഷ്ടപ്പാടുകളും ഏറ്റുവാങ്ങിയ ഒരു ഇടവകയാണ്. അതുകൊണ്ട് തന്നെ സഭ നിങ്ങളെ കുറിച്ച് അഭിമാനിക്കുന്നു. ഈ യാത്ര എന്ന് പറയുന്നത് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനം, അത് നമ്മുടെ വെറും ഒരു വികാരമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ കബറിടങ്ങൾ ഇവിടെ സാക്ഷ്യമായി നിൽക്കുകയാണല്ലോ. അവരൊക്കെ ഇവിടെ വന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവൻ ബലിയർപ്പിച്ച് പകർന്നു തന്ന വിശ്വാസത്തിന്റെ തിരുനാളങ്ങളാണ് ഇന്ന് വെളിച്ചമായി നമ്മെ നയിക്കുന്നത്. നമ്മുടെ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ആ പിതാക്കന്മാരുടെ വിശ്വാസത്തിന്റെ ആ പാതയിൽ പിന്തുടരുവാൻ വിശുദ്ധനായ മാർ തോമാസ് ലീഹ എന്റെ കർത്താവും എന്റെ ദൈവവുമേ എന്ന് കർത്താവിന് സാക്ഷിച്ച് മരണം വരെയും അതിൽ ഉറച്ചു വിശ്വസിച്ച് അതിന് സാക്ഷിയായി തീർന്നതുപോലെ നമ്മുടെ വിശ്വാസ ജീവിതയാത്രയും ഭാരങ്ങളിലും പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും തളരാതെ ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് നോക്കി അവൻ നയിക്കും.
അവൻ നമ്മളെ വഴി നടത്തും. ഈ സഭ ഈ പ്രതിസന്ധികളെ അതിജീവിക്കും. നമ്മുടെ ഇടവകയുടെ തന്നെ മകനാണ് ഇന്ന് സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന നമ്മുടെ ശ്രേഷ്ഠ ബാവാ തിരുമേനി. ബാവായുടെ അനുഗ്രഹീത നേതൃത്വം ഇന്ന് സഭയ്ക്ക് വലിയ അനുഗ്രഹമായി, പ്രത്യാശയായി ദൈവം അതിനെ കരുതി മുന്നോട്ട് നയിക്കുമ്പോൾ ആ തമ്പുരാന്റെ തിരുമുഖത്തേക്ക് നോക്കി കുതിരകളും രഥങ്ങളും ഒക്കെ അസ്തമിക്കും. എന്നാൽ സത്യത്തിൽ, നീതിയിൽ അധിഷ്ഠിതമായ ആ ദൈവത്തിന്റെ കൃപ അത് നമ്മോട് കൂടെയുണ്ട്. ഇതിനെയെല്ലാം അതിജീവിച്ച് നമുക്ക് സമാധാനത്തോടെ മുന്നോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് എല്ലാ കൃപകളും വിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുടെ മധ്യസ്ഥതയാൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇവിടെ വരാൻ സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 20-ാം തീയതി ആയിരുന്നു ആദ്യം ഞാനിവിടെ വരാൻ ക്രമീകരിച്ചിരുന്നു. എന്നാൽ ആ യാത്ര പരിഗണിച്ചാണ് പ്രിയപ്പെട്ട ഷമിയച്ചൻ, വികാരിയച്ചൻ വളരെ നാളുകൾക്ക് മുൻപേ പല പ്രാവശ്യം വിളിച്ച് ഇതുപോലെ ഭരണസമിതി അംഗങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തി ഈ ക്രമീകരണങ്ങൾ ചെയ്തപ്പോൾ പ്രിയപ്പെട്ട അച്ഛനോടും എല്ലാ വൈദികരോടും ഇടവക ഭരണസമിതി അംഗങ്ങളോടും എല്ലാവരോടും പ്രത്യേകിച്ച് വന്യ കോറപ്പിസ്കോപ്പ അച്ഛന്മാരുടെ സാന്നിധ്യം, നമ്മുടെ ബേബി ചാമക്കാല കോറപ്പിസ്കോപ്പായും വന്യ സ്ലീബ കോറപ്പിസ്കോപ്പായും അവരുടെയൊക്കെ സാന്നിധ്യവും നേതൃത്വവും ഒക്കെ നമുക്ക് വലിയ അനുഗ്രഹമായിരിക്കുമ്പോൾ എല്ലാവരെയും നന്ദിയോടെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പ്രിയപ്പെട്ട ഷമിയച്ചന്റെ സമയത്ത് ആണ് ഈ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ദൈവം അതിന് മുഖാന്തരം കൊടുത്തത്. അതിന്റെ ആദര സൂചകമായി ശ്രേഷ്ഠ ബാവാ തിരുമേനി അച്ഛന് ഒരു മാലയൊക്കെ ഇട്ട് അദ്ദേഹത്തെ കുരിശും മാലയും ഒക്കെ കൊടുത്ത് ആദരിച്ചു. എല്ലാം സർവശക്തനായ തമ്പുരാൻ എല്ലാ കൃപകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ നമ്മുടെ സെമിനാരിയെ ഓർക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇടവക എൻ്റെ സ്വന്തം ഭവനമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ വരുന്നത് ഏറ്റവും വലിയ സന്തോഷമാണ്. കാരുണ്യവാനായ കർത്താവ് നിങ്ങളേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.